ഹലോ ഫ്രണ്ട്സ്, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കിയെ പിടിച്ചുകെട്ടി ക്യാപ്റ്റനും അയൺമാനും കൂടി പ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് തോർ വന്നിട്ട് ലോക്കിയെ കൊണ്ട് രക്ഷപ്പെടുന്നത്. ലോക്കിയെ നഷ്ടപ്പെടുകയാണെങ്കിൽ ടെസറാക്റ്റും കയ്യിൽ നിന്ന് പോകുമെന്ന് ടോണിക്ക് അറിയാമായിരുന്നു. ടോണി സമയം കളയാതെ തോറിന് പിന്നാലെ പറക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്കയും വെറുതെ ഇരിക്കാതെ ഒരു പാരഷൂട്ട് എടുത്തിട്ട് തന്റെ ഷീൽഡുമായി താഴേക്ക് ചാടുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾക്ക് കണ്ടറിയാം. പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ടാവും, തോർ സിനിമയുടെ അവസാനം ഭൂമിയിലേക്ക് വരാനുള്ള ബൈഫ്രോസ്റ്റ് തകരുന്നതായാണ് കണ്ടത്. പിന്നെ എങ്ങനെയാണ് തോർ തിരിച്ച് ഭൂമിയിലേക്ക് വന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോറിന്റെ പിതാവായിട്ടുള്ള ഓഡിൻ ഡാർക്ക് എനർജി ഉപയോഗിച്ചിട്ടാണ് തോറിനെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചത്. അപ്പോൾ സമയം കളയാതെ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. തോർ ലോക്കിയെ കൊണ്ട് ഒരു മലമുകളിലേക്ക് എത്തുന്നു. എന്നിട്ട് തോർ ലോക്കിയോട് പറയുന്നു, ലോക്കി, ടെസറാക്ട് നീ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? നീ മരിച്ചുപോയെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. ലോക്കി, നീ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് മര്യാദയ്ക്ക് അസ്ഗാർഡിലേക്ക് തിരിച്ചു പോവാം. നിന്നെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നിട്ടുള്ളത്, കൂടെ ടെസറാക്റ്റും. അപ്പോൾ ലോക്കി പറയുന്നു, അസ്ഗാർഡിലേക്ക് തിരിച്ചു വരാനോ? അങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് കാര്യം? എന്നെ അവിടെ തടവിലിടാനായിരിക്കും, അല്ലെങ്കിലും നിന്റെ നിഴലിൽ ജീവിക്കാനായിരുന്നു എന്നും എന്റെ വിധി. തോർ പറയുന്നു, ലോക്കി, നീ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പിതാവ് നമ്മൾ ഇങ്ങനെയാണോ പഠിപ്പിച്ചത്? ലോക്കി പറയുന്നു, പിതാവോ? നമ്മളുടെ പിതാവല്ല, നിന്റെ പിതാവ്. അസ്ഗാർഡിൽ നിന്ന് പോന്നതിന് ശേഷം ഞാൻ പ്രപഞ്ചത്തിന്റെ പല കോണുകളിലേക്കും സഞ്ചരിച്ചു. നീ കണ്ടിട്ടും കേട്ടിട്ടും പോലുമില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും ഞാൻ എത്തി. ഇപ്പൊ എനിക്ക് ടെസറാക്റ്റിന്റെ ശരിയായ പവർ എന്താണെന്ന് അറിയാം, അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയാം. ഭൂമിയിലെ ജനങ്ങൾക്ക് ഞാനൊരു നല്ല രാജാവായിരിക്കും. ലോക്കി, അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഒരു നല്ല രാജാവ് ഇങ്ങനെയല്ല പെരുമാറുക. സഹോദര, നീ ഞാൻ പറയുന്നത് കേക്ക്. പക്ഷെ പെട്ടെന്നാണ് എന്തോ ഒരു സാധനമെന്ന് തോറിനെ ഇടിച്ചു തെറിപ്പിച്ച് ദൂരേക്ക് കൊണ്ടുപോയത്. ലോക്കി പറയുന്നു, എന്നോട് കേൾക്കാൻ പറഞ്ഞിട്ട് ഇവനിതെവിടെ പോയി? തോറിനെ തെറിപ്പിച്ചു കൊണ്ടുപോയത് വേറെ ആരുമായിരുന്നില്ല, അയൺമാൻ ആയിരുന്നു. അയൺമാൻ തോറിനോട് പറയുന്നു, താൻ ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ലോക്കിയെ വേണം, അല്ലെങ്കിൽ ടെസറാക്ട് വേണം. അല്ലാതെ ലോക്കിയെ മാത്രമായി കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. തോർ പറയുന്നു, ഹേ ഇരുമ്പുമോറ, ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. ടോണി പറയുന്നു, ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നെറ്റിയിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. പിന്നെ തന്റെ വേഷം കണ്ടിട്ട് ഏതോ നാടകത്തിന്റെ ഇടയ്ക്ക് ആൾക്കാർ അടിച്ചിറക്കി വിട്ട പോലെയുണ്ട്. തോറിന് ആ നേരത്തെ ഒരു ക്ഷമയും ഉണ്ടായിരുന്നില്ല. കാരണം പെറ്റാവുന്ന വാണിംഗ് ഒക്കെ കൊടുത്തു നോക്കി. ഇനി ഫൈറ്റ് മാത്രമാണ് വഴി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അയൺമാനും തോറും തമ്മിലുള്ള ഒരു അടിപൊളി ഫൈറ്റ് ആണ്. കുറച്ചു നേരത്തെ ഫൈറ്റിന് ശേഷം തോർ തന്റെ ലൈറ്റ്നിങ് പവർ പുറത്തെടുക്കുന്നു. തോർ തന്റെ ഹാമർ ഉപയോഗിച്ച് ഇടിമിന്നലിനെ ആവാഹിക്കുന്നു. എന്നിട്ട് നേരെ അയൺമാനെ ആക്രമിക്കുന്നു. സത്യത്തിൽ അയൺമാൻ അത് ഗുണമാണ് ചെയ്തത്. കാരണം അയൺമാന്റെ സ്യൂട്ടിൽ ആ ഇടിമിന്നലിന്റെ എനർജി മൊത്തം സ്റ്റോർ ആയി. ഇതിപ്പോ ലാഭമായല്ലോ എന്ന് പറഞ്ഞിട്ട് ആ എനർജി ഉപയോഗിച്ച് അയൺമാൻ തോറിനെ ആക്രമിച്ചു. തോർ അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫൈറ്റ് പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് തോറിന്റെ ശരിയായിട്ടുള്ള ശക്തി അയൺമാൻ മനസ്സിലായത്. തന്റെ കട്ടിയുള്ള സ്യൂട്ടിന്റെ പുറംഭാഗം തോർ വെറും കൈ ഉപയോഗിച്ച് ഞെക്കി അമർത്തുന്നത് കണ്ട് അയൺമാൻ ഞെട്ടിപ്പോയി. അവരങ്ങനെ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റൻ കയറി വരുന്നു. എന്നിട്ട് പറയുന്നു, രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രശ്നം എന്തായാലും നമുക്ക് സമാധാനമായിട്ട് പരിഹരിക്കാം. ആദ്യം താൻ ആ ചുറ്റിക താഴേക്ക്. അയൺമാൻ പറയുന്നു, ക്യാപ്റ്റൻ, ചുറ്റിക താഴേക്കാൻ പറയണ്ടായിരുന്നു. ചുറ്റിക എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒരു വീക്ക്നെസ് ആണ്. അത് സത്യം തന്നെയായിരുന്നു. ചുറ്റിക എന്ന് പറയുന്നത് തോറിന്റെ വീക്ക്നെസ് തന്നെയാണ്. അത് താഴെ വെക്കാൻ പറഞ്ഞ ക്യാപ്റ്റനോട് ക്ഷമിക്കാൻ തോറിന് സാധിച്ചില്ല. തോർ ദേഷ്യത്തിൽ പറയുന്നു, നിനക്ക് ഞാൻ എന്റെ ചുറ്റിക എങ്ങനെയാണ് താഴെ വെക്കുന്നതെന്ന് കാണണോ? കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നേരെ ചാടി ചുറ്റിക ഉപയോഗിച്ച് ക്യാപ്റ്റനെ നേരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ക്യാപ്റ്റൻ പിന്നെ ഒന്നും നോക്കിയില്ല, തന്റെ ഷീൽഡ് മുന്നിൽ പിടിക്കുന്നു. ക്യാപ്റ്റന്റെ വൈബ്രേനിയം കൊണ്ടുള്ള കട്ടിയേറിയ ഷീൽഡും തോറിന്റെ മ്യോൾനിയർ എന്ന് പറയുന്ന ഹാമറും കൂട്ടിമുട്ടാൻ പോവുകയാണ്. തോറിന്റെ മ്യോൾനിയർ എന്ന് പറയുന്ന ഹാമർ ഉണ്ടാക്കിയിരിക്കുന്നത് ഉലു എന്ന് പറയുന്ന ഒരു പദാർത്ഥം വെച്ചിട്ടാണ്. കുറെ നാൾ കഴിഞ്ഞിട്ട് മാർവലിന്റെ ക്വിസ് ഒക്കെ നമ്മളുടെ ചാനലിൽ വെക്കും. അപ്പോൾ ഫസ്റ്റ് അടിക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്.
ക്യാപ്റ്റന്റെ ഷീൽഡ് ഒടിയുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഷീൽഡും ഹാമറും കൂട്ടിമുട്ടി വലിയൊരു തരംഗമാണ് പുറത്തേക്ക് വന്നത്. അവിടെ ചുറ്റുപാടും ഉണ്ടായിരുന്ന കുറേയേറെ മരങ്ങളെ അത് നശിപ്പിച്ചു കളഞ്ഞു. അതോടുകൂടി പരസ്പരമുള്ള പോരാട്ടം നിർത്തി അവർ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തുന്നു. അതായത് ഇവർ 3 പേരുടെയും ഷീൽഡ് ഏജൻസിയുടെയും ഉദ്ദേശം ലോക്കിയെ തടയുക എന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവർ ലോക്കിയെ പിടിച്ച് വീണ്ടും ഷീൽഡിന്റെ കേന്ദ്രത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന ഉടനെ സമയം കളയാതെ ലോക്കിയെ ഒരു പ്രത്യേകതരം സെല്ലിൽ അടയ്ക്കുന്നു. അവിടെ അടച്ചതിന് ശേഷം നിക് ഫ്യൂറി ലോക്കിക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നു. ലോക്കി, അതല്ല നിന്റെ പേര്, നീ ദൈവമാണെന്നല്ലേ പറഞ്ഞത്? നിനക്കെങ്ങാനും ഈ സെല്ലിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹം തോന്നി നീ ഈ സെല്ലിന്റെ ഗ്ലാസ്സിലൊരു പോറൽ പോലും ഏൽപ്പിച്ചാൽ 30,000 അടി താഴ്ചയിലേക്ക് നീ പോയി പതിക്കും. പിന്നെ കണ്ടറിയേണ്ടി വരും ലോക്കി നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. കുറച്ച് കോമാളികളെ കൂട്ടം കൂട്ടി എന്നെ പിടിച്ചിവിടെ ഇട്ടാൽ വലിയ കാര്യമാവുമെന്നാണോ വിചാരം? പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ടെസ്റാക്ട് എന്ന് പറയുന്ന സാധനം കിട്ടിയിട്ട് നിങ്ങൾ അത് വെച്ച് എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അതിന്റെ ശരിക്കുള്ള പവർ അറിയില്ല. പക്ഷെ എനിക്കറിയാം ടെസ്റാക്ട് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. ഞാനത് ചെയ്യുകയും ചെയ്യും. നിങ്ങളെ ഭരിക്കാൻ തന്നെയാണ് അതിശക്തനായ ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിക് ഫ്യൂറി പറയുന്നു, എന്നാ ശക്തൻ കുറച്ചു നേരം അവിടെ തന്നെ കിടക്ക്, വേണമെങ്കിൽ വായിക്കാനായിട്ട് ഒരു കളിക്കുടുക്കൊക്കെ ഏർപ്പാടാക്കാം. ഈ സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും കൂടി ലോക്കിയെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. തോർ എല്ലാവരോടും പറയുന്നു, ലോക്കിയുടെ കയ്യിൽ ചിത്തോറി എന്ന് പറയുന്ന ഒരു ആർമിയുണ്ട്. ആ ആർമിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഭൂമി നശിപ്പിക്കാനാണ് അവന്റെ പ്ലാൻ. അപ്പൊ ബ്രൂസ് ബാനർ പറയുന്നു, ഈ പറയുന്നതൊക്കെ ശരിയാണോ? എനിക്ക് തോന്നുന്നത് ആ ലോക്കി എന്ന് പറയുന്നവന് തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്നാണ്. തോറിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. തോർ പറയുന്നു, നിങ്ങൾ എങ്ങനെയൊന്നും പറയാൻ പാടില്ല. ലോക്കി അസ്ഗാർഡിലെ ഒരു പൗരനാണ്. അത് മാത്രമല്ല അവൻ എന്റെ സഹോദരൻ കൂടിയാണ്. അപ്പൊ നത്താഷ പറയുന്നു, പക്ഷെ അവൻ വന്നത് തൊട്ട് ഇന്നുവരെ കൊന്നത് 80 പേരെയാണ്. അപ്പൊ തോർ പറയുന്നു, അത് പിന്നെ എന്റെ സ്വന്തം സഹോദരനൊന്നും അല്ല അവൻ, അവനെ ദത്തെടുത്തതാണേ, അതുകൊണ്ടാ. അങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ടോണി സ്റ്റാർക്ക് അങ്ങോട്ട് കയറി വരുന്നത്. ടോണി തോറിനോട് പറയുന്നു, ആഹാ മസിലൊക്കെ ഉരുട്ടിക്കയറ്റി വെച്ചിട്ടുണ്ടല്ലോ, എന്തായാലും താൻ എന്റെ സ്യൂട്ട് കേടാക്കിയതിന് എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ 2 സൈഡിലും സ്ക്രീൻ വെച്ചാ എങ്ങനെയാ നമ്മുടെ നിക് ഫ്യൂറി ഇതിൽ നോക്കുക? അയാൾക്കാകെ ഒരു കണ്ണല്ലേ ഉള്ളൂ. നിക് ഫ്യൂറിക്ക് തലതിരിച്ച് നോക്കാനൊക്കെ അറിയാം എന്ന് ഏജന്റ് ഹിൽ പറയുന്നു. അവിടെ വന്നവരൊക്കെ ഈ ടോണി സ്റ്റാർക്ക് എന്താ ഇങ്ങനെ പിള്ളേര് കളിക്കുന്നതെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ടോണി സ്റ്റാർക്ക് സയൻസ് പറയാൻ തുടങ്ങി. അതായത് ടെസ്റാക്ട് ക്യൂബിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇറിഡിയം മോഷ്ടിച്ചതെന്നും 12,000 ഡിഗ്രി സെൽഷ്യസോളം ചൂടുണ്ടായാലേ ടെസ്റാക്ട് ക്യൂബിനെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കാൻ പറ്റുമെന്നൊക്കെ ടോണി സ്റ്റാർക്ക് പറയുന്നു. സയൻസ് പറയുന്ന വേറെ ഒരാളെ കൂടി കിട്ടിയതുകൊണ്ട് ബ്രൂസ് ബാനറിന് സന്തോഷമായി. ഏജന്റ് ഹിൽ ടോണി സ്റ്റാർക്കിനോട് ചോദിക്കുന്നു, മിസ്റ്റർ സ്റ്റാർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങളൊക്കെ അറിയുന്നത്? ടോണി സ്റ്റാർക്ക് പറയുന്നു, അത് പിന്നെ ഇന്നലെ രാത്രി കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർത്തു. അവർക്കാർക്കും ടോണിയുടെ ക്യാരക്ടർ അങ്ങോട്ട് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് ഒരേ സമയം ജീനിയസുമാണ്, അതേസമയം കൂളുമാണ്, പിന്നെ പിള്ളേര് കളിക്കുകയും ചെയ്യും. ഈ മനുഷ്യൻ എന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് പലരും അവിടെ നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് പണിയെടുക്കാതെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു ഏജന്റിനെ കാണിച്ചു കൊടുക്കാനും ടോണി സ്റ്റാർക്ക് മറന്നില്ല. നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിലോ ഇവര് പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ കുന്തം വിഴുങ്ങിയതുപോലെ ഇരിക്കുകയായിരുന്നു. നിക് ഫ്യൂറി പറയുന്നു, എനിക്ക് വളരെ അറിയാവുന്ന 2 പേരായിരുന്നു ഏജന്റ് ബാർട്ടനും. ലോക്കി എങ്ങനെയാണ് അവരെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുരങ്ങ് കളിപ്പിക്കുകയോ? അതെന്താ സാധനമെന്ന് തോർ ചോദിക്കുന്നു. ക്യാപ്റ്റൻ കിട്ടിയ അവസരം പാഴാക്കിയില്ല. ക്യാപ്റ്റൻ പറയുന്നു, എനിക്കത് മനസ്സിലായി, കുരങ്ങ് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം. ക്യാപ്റ്റനെയും പറഞ്ഞിട്ട് കാര്യമില്ല, പഴയ കാലത്ത് നിന്ന് നേരിട്ട് ഇങ്ങോട്ട് പറിച്ചു നട്ടതല്ലേ. അടുത്ത സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോക്കിയുടെ സെപ്റ്റർ നമ്മളുടെ ബ്രൂസ് ബാനർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർക്ക് ബ്രൂസിനോട് പറയുന്നു, ഡോക്ടർ ബ്രൂസ് ബാനർ, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. നിങ്ങളുടെ മാത്രമല്ല കേട്ടോ, മറ്റേയാളുടെയും. ടോണി സ്റ്റാർക്ക് ഹൾക്കിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ടോണി വീണ്ടും പറയുന്നു, ഈ ലാബ് അത്ര പോരല്ലേ? ഡോക്ടർ ബ്രൂസിന് സമയം കിട്ടുമ്പോൾ എന്റെ പുതിയ സ്റ്റാർക്ക് ടവറിലേക്ക് ഒന്ന് വരണം. അവിടെ താങ്കൾക്ക് പറ്റിയ അടിപൊളി ലാബൊക്കെ ഉണ്ട്. മാത്രമല്ല താങ്കൾക്ക് ദേഷ്യം വരുന്നത് പ്രശ്നമാണല്ലോ. എന്റെ ലാബിൽ താങ്കളെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരാളും വരില്ല. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ടോണി സ്റ്റാർക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെയുള്ള ഏതോ ഒരു ഡിവൈസ് എടുത്ത് ബ്രൂസ് ബാനറിന് ചെറിയൊരു ഷോക്ക് കൊടുക്കുന്നു. ഭാഗ്യത്തിന് ബ്രൂസ് ഹൾക്കായില്ല, കാരണം അദ്ദേഹം ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഏകദേശം പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഡോക്ടർ ബ്രൂസ്, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ലേ എന്ന് ടോണി സ്റ്റാർക്ക് പറയുന്നു. ഇത് കണ്ടുകൊണ്ടാണ് നമ്മളുടെ ക്യാപ്റ്റൻ വരുന്നത്. ക്യാപ്റ്റൻ ദേഷ്യത്തിൽ പറയുന്നു, എന്താ സ്റ്റാർക്ക് നിങ്ങൾ ഇങ്ങനെ? നിങ്ങൾക്കെല്ലാം കുട്ടികളിയാണല്ലോ, കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിക്കൂടെ?
ഡോക്ടർ ബ്രൂസിന് ദേഷ്യം വന്ന എന്താ സംഭവിക്കാൻ താങ്കൾക്ക് അറിഞ്ഞൂടെ? അത് കുഴപ്പമില്ല, എനിക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാമെന്ന് ബ്രൂസ് ബാനർ പറയുന്നു. അപ്പോൾ ടോണി ഒരു സംശയം ചോദിക്കുന്നു. നിക് ഫ്യൂറി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടെസറാക്ട് ലോക്കി മോഷ്ടിച്ചുകൊണ്ടുപോയി അത് തിരിച്ചെടുക്കാൻ സഹായിക്കണമെന്നാണ്. മാത്രമല്ല ഈ ടെസറാക്ട് ക്യൂബ് ഉപയോഗിച്ച് ലോകത്തിന് വേണ്ട എനർജി കൊടുക്കണമെന്നാണ് നിക് ഫ്യൂറി പറയുന്നത്. പക്ഷെ അതിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നില്ലേ? നിക് ഫ്യൂറിക്ക് വേറെ എന്തോ ഒരു പ്ലാൻ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, ഇവരുടെ പ്ലാൻ എന്തായാലും നമ്മൾക്കത് കുറച്ച് സമയത്തിനുള്ളിൽ അറിയാം. ഞാൻ ജാർവിസിനെ ആ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട് ക്യാപ്റ്റൻ പറയുന്നു, ഓഹോ, അപ്പൊ ടീമിന്റെ ഉള്ളിൽ തന്നെ വിവരങ്ങൾ ചോർത്തുകയാണല്ലേ? വെറുതെ അല്ല നിക് ഫ്യൂറി തന്നെ അടുപ്പിക്കാതിരുന്നത്. നോക്കൂ മിസ്റ്റർ സ്റ്റാർക്ക്, നിക് ഫ്യൂറി നമ്മളെ ഒരു പണി ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ക്യാപ്റ്റൻ, ആരെങ്കിലും പറയുന്ന ജോലി ചെയ്യുക എന്ന് പറയുന്നത് എന്റെ സ്റ്റൈലല്ല. അപ്പോ ക്യാപ്റ്റൻ ടോണിയോട് പറയുന്നു, നിങ്ങളുടെ സ്റ്റൈൽ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, കോമാളിത്തരം കാണിക്കില്ലല്ലേ താങ്കളുടെ സ്റ്റൈൽ. ടോണി ക്യാപ്റ്റന്റെ കളിയൊക്കെ കൊണ്ട് പറയുന്നു, അല്ല ക്യാപ്റ്റൻ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ കൂട്ടത്തിൽ ആകെ കൂടി ഒരാൾ മാത്രമേ കോമാളികളുടെ പോലെ വേഷം കെട്ടി നിൽക്കുന്നുള്ളൂ. അതാരാണെന്നൊന്ന് ചൂണ്ടിക്കാണിച്ചു തരും? ഞാൻ വേണമെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാം, എന്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. ക്യാപ്റ്റൻ ബ്രൂസിനോട് ചോദിക്കുന്നു, ഡോക്ടർ ബ്രൂസ്, ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ബ്രൂസ് പറയുന്നു, എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ എനിക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. വെറുതെ ലോകത്തിന് എനർജി കൊടുക്കുക എന്നത് മാത്രമല്ല അവരുടെ പ്ലാൻ. എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. ഇത് കേട്ട് ക്യാപ്റ്റനും എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അദ്ദേഹം സംശയം തീർക്കാൻ തന്നെ തീരുമാനിച്ചു. ക്യാപ്റ്റനെ കൊണ്ട് പറ്റുന്നത് പോലെ അവിടെയൊക്കെ തിരയാൻ തുടങ്ങി. ക്യാപ്റ്റൻ പോയി കഴിഞ്ഞ് ടോണി ബ്രൂസിനോട് പറയുന്നു, ഈ ക്യാപ്റ്റൻ എന്തൊരു പഴഞ്ചനാണ്, ഭയങ്കര ബോർ. ഇയാളെ ഐസി തന്നെ ഇട്ടാൽ മതിയായിരുന്നു. ഇയാളെ പറ്റിയാണോ എന്റെ അച്ഛൻ വലിയ കാര്യം പറയാറുള്ളത്? പിന്നെ ഡോക്ടർ ബ്രൂസ്, എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. താങ്കളുടെ ഉള്ളിലുള്ള ആ രാക്ഷസൻ അതൊരു ശാപമാണെന്നല്ലേ ബ്രൂസ് കരുതുന്നത്? എന്നാൽ ഞാൻ പറയുന്നു, അതൊരു ശാപമല്ല. എന്തുകൊണ്ട് ഹൾക്ക് ഇപ്പോഴും ബ്രൂസിന്റെ ശരീരത്തിൽ നിൽക്കുന്നു? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാതിരിക്കില്ല. അത് കണ്ടെത്തിയാൽ പിന്നെ ഹൾക്കിനെ ബ്രൂസിനെ വെറുക്കേണ്ടി വരില്ല. പക്ഷെ ബ്രൂസ് ബാനറിന് ആ കാര്യം സംസാരിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ സെൽവി ഈ സമയത്ത് എറിഡിയം വെച്ച് ടെസറാക്ട് ക്യൂബ് സ്റ്റെബിലൈസ് ചെയ്തു. ഹെലികാരിയറിൽ വെച്ച് തോർ ഏജന്റ് ഫീൽ കോൾസിനോട് ചോദിക്കുന്നു, ജെയിൻ ഫോസ്റ്റർ ഇപ്പൊ എവിടെയാണുള്ളത്? ഫീൽ കോൾസൺ പറയുന്നു, തോർ വിഷമിക്കൊന്നും വേണ്ട, ജെയിൻ ഫോസ്റ്റർ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് ജെയിൻ ഫോസ്റ്റർ ഉള്ളത്. അത് കേട്ട് തോറിന് സന്തോഷമാവുന്നു. ലോക്കിയുടെ പ്ലാൻ അറിയാൻ എന്താണ് വഴി? നിക് ഫ്യൂറി തോറിനോട് ചോദിക്കുന്നു. തോർ പറയുന്നു, അവന്റെ കാര്യം ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ എന്താണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അവന് മാത്രമേ അറിയൂ. നമ്മൾ അവൻ എന്തൊക്കെ ചെയ്താലും അവൻ അവന്റെ പ്ലാൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എന്നോടുള്ള ദേഷ്യം കൂടിയാണ് തീർക്കുന്നത്. അവന് ചെറുപ്പം മുതലേ അധികാരത്തിനോടായിരുന്നു സ്നേഹം. അപ്പോൾ നിക് ഫ്യൂറി പറയുന്നു, എനിക്കും എന്തോ പേടി തോന്നുന്നുണ്ട്. നമ്മളായിട്ട് അവനിവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോക്കി സ്വയം ഇഷ്ടത്തോടെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവന്റെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്, അത് നമ്മൾക്കറിയണം. ലോക്കിയുടെ പ്ലാനിനെ പറ്റി എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നതാഷയെ ലോക്കിയുടെ അടുത്തേക്ക് അയക്കുന്നു. നതാഷ ചെല്ലുമ്പോൾ തന്നെ ലോക്കി പറയുന്നു, ഓഹോ, നീ വന്നല്ലേ, എന്റെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു വിട്ടതായിരിക്കും. എന്നാ സമയം കളയണ്ട, സോപ്പിടൽ തുടങ്ങിക്കോ. അപ്പൊ നതാഷ പറയുന്നു, അല്ല, ഞാൻ അതിനല്ല വന്നത്. ഏജന്റ് ബാർട്ടനെ നീ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? എന്തിനാണ് ഏജന്റ് ബാർട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? അപ്പൊ ലോക്കി പറയുന്നു, ഓ, ഏജന്റ് ബാർട്ടൻ, നിന്റെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പൊ നതാഷ പറയുന്നു, പ്രണയമോ? പ്രണയവും ലവും ഒന്നും അല്ല, ഞങ്ങൾ വളരെ അടുത്ത ഫ്രണ്ട്സ് ആണ്. ഞാൻ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഷീൽഡിന് വേണ്ടി ആയിരുന്നില്ല ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അന്ന് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഏജന്റ് ബാർട്ടനെ എന്റെ അടുത്തേക്ക് അയച്ചത്. പക്ഷെ ബാർട്ടൻ എന്നെ കൊന്നില്ല. ഞങ്ങൾ ഫ്രണ്ട്സായി. ഞാൻ ഷീൽഡ് ഏജൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യാനും തുടങ്ങി. അപ്പൊ ലോക്കിയുടെ ഭാവം മാറി. ലോക്കി പറയാൻ തുടങ്ങുന്നു, കുറച്ചു നാൾ ഷീൽഡിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ നിന്റെ പഴയ കാലമൊക്കെ ശരിയാക്കാമെന്നാണ് നിന്റെ വിചാരം? ഏജന്റ് ബാർട്ടന്റെ മനസ്സിൽ നിന്ന് ഞാൻ എല്ലാം മനസ്സിലാക്കി. നിന്റെ കഴിഞ്ഞ കാലം, നിന്റെ കയ്യിലെ രക്തക്കറ, എത്രയെത്ര പാവങ്ങളാണ് നീ കാരണം മരിച്ചത്. ആ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൊണ്ടൊന്നും പറ്റില്ല. ശപിക്കപ്പെട്ടവളാണ് നീ. നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. ഇനി ഞാൻ എന്റെ പ്ലാൻ എന്താണെന്ന് പറയാം. നിന്റെ ഏറ്റവും നല്ല സുഹൃത്തല്ല ഏജന്റ് ബാർട്ടൻ, അവനെ കൊണ്ട് തന്നെ ഞാൻ നിന്റെ തല അർപ്പിക്കും. നിന്റെ അറുത്ത തല അവനെ ഞാൻ കാണിക്കും. അതിനുശേഷം അവന്റെ തലയും ഞാൻ ഇങ്ങോട്ട് എടുക്കും. അന്ന് നിനക്കൊക്കെ മനസ്സിലാവും ഈ ലോക്കി ആരാണെന്ന്. നതാഷയ്ക്ക് ഇത് കേട്ടു നിൽക്കാൻ പോലും പറ്റിയില്ല. അവൾ പിന്നിലേക്ക് തിരിയുന്നു. എന്നിട്ട് പറയുന്നു, നീ ഒരു രാക്ഷസൻ തന്നെ. അപ്പൊ ലോക്കി പറയുന്നു, രാക്ഷസൻ? ഞാനോ? അല്ല, രാക്ഷസൻ നിങ്ങളുടെ കൂടെയല്ല ഉള്ളത്. പെട്ടെന്ന് നതാഷ പിന്നിലേക്ക് തിരിഞ്ഞു പറയുന്നു, പാവം, എന്റെ അഭിനയത്തിൽ വീണുപോയല്ലേ. അങ്ങനെ നിന്റെ പ്ലാൻ ഞാൻ മനസ്സിലാക്കി. രാക്ഷസൻ എന്ന് പറഞ്ഞാൽ ഹൾക്ക്, അതായത് ബ്രൂസ്.
ബ്രൂസ് ഹൾക്കാവുന്ന കാര്യം ലോക്കിക്ക് അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ബ്രൂസിനെ ഹൾക്കാക്കി നമ്മളെ തമ്മിലടുപ്പിക്കാനായിരിക്കാം ലോക്കിയുടെ പ്ലാൻ എന്ന് നതാഷ ഫ്യൂറിയോട് പറയുന്നു. ഈ കാര്യം പറയാൻ വേണ്ടി നിക് ഫ്യൂറി ടോണിയുടെയും ബ്രൂസിന്റെയും അടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ടോണി ജാർവിസിനെ ഏൽപ്പിച്ച കാര്യം അവൻ ചെയ്തിരുന്നു. ഷീൽഡിന്റെ രഹസ്യ വിവരങ്ങളൊക്കെ ടോണി മനസ്സിലാക്കി. അതിൽ ഫേസ് 2 എന്ന് പറയുന്ന ഒരു പ്ലാൻ തെളിഞ്ഞു കണ്ടു. നിക് ഫ്യൂറി വന്നപ്പോൾ ടോണി ഫ്യൂറിയോട് ചോദിക്കുന്നു, അല്ല നിക് ഫ്യൂറി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ ഫേസ് 2? അപ്പോഴേക്കും തിരയാൻ വേണ്ടി പോയ ക്യാപ്റ്റൻ ഫേസ് 2ന്റെ ഒരു ഭാഗവുമായിട്ട് അവിടെ എത്തി. ഞാൻ എന്റെ വഴിക്കും കണ്ടെത്തിയെന്ന് ക്യാപ്റ്റൻ ടോണിയോട് പറയുന്നു. ഷീൽഡിന്റെ രഹസ്യ പ്ലാൻ ഇനി രഹസ്യമല്ല എന്ന് നിക് ഫ്യൂറിക്ക് മനസ്സിലായി. അത് തൽക്കാലം നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് നിക് ഫ്യൂറി പറയുന്നു. പക്ഷേ ബ്രൂസ് ബാനർ വിട്ടുകൊടുത്തില്ല. ബ്രൂസ് പറയുന്നു, ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഞാൻ സമാധാനമായിട്ടൊരു സ്ഥലത്ത് കഴിയുകയായിരുന്നു. എന്നെയാണ് നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി എനിക്ക് അറിഞ്ഞേ പറ്റൂ, എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താണ് ഈ ഫേസ് 2? നിങ്ങൾ ഇത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾക്കത് അറിയണമെന്ന് എല്ലാവരും പറയുന്നു. ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് നിക് ഫ്യൂറിക്ക് മനസ്സിലായി. നിക് ഫ്യൂറി തോറിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇവർ കാരണമാണ് ഞാൻ ഫേസ് 2 ഉണ്ടാക്കുന്നത്. ഫേസ് 2 ഒരു ആയുധമാണ്. നിക് ഫ്യൂറി എന്താണ് പറയുന്നതെന്ന് തോറിന് മനസ്സിലായില്ല. ഫ്യൂറി പറയുന്നു, കഴിഞ്ഞ വർഷം ഭൂമിക്ക് ഭീഷണിയായി ഒരുത്തം വന്നിരുന്നു. ഞങ്ങൾക്കന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ ഞങ്ങളെയൊക്കെ വിരട്ടി ഓടിച്ചു. ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഭൂമിക്ക് പുറത്തും ഇതുപോലെയുള്ള ശക്തികളുണ്ടെന്ന്. അപ്പോൾ ഇനിയും അതുപോലെ ഒരാൾ വന്നാൽ ഭൂമിയെ എങ്ങനെ രക്ഷിക്കും? അതിനു വേണ്ടിയിട്ടാണ് ഫേസ് 2 എന്ന് പറയുന്ന ഈ ആയുധം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നിക് ഫ്യൂറി ആരുടെ കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? തോർ സിനിമയിൽ ലോക്കി ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ട ഡിസ്ട്രോയറിന്റെ കാര്യമാണ് നിക് ഫ്യൂറി പറയുന്നത്. അന്ന് ഡിസ്ട്രോയർ വന്ന് ഒരു പ്രദേശം മുഴുവൻ നശിപ്പിച്ചു. അത് കണ്ടു നിൽക്കാൻ മാത്രമേ ഷീൽഡ് ഏജൻസിക്ക് സാധിച്ചുള്ളൂ. അപ്പോൾ തോർ പറയുന്നു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പൊ പുറത്തുള്ള ലോകങ്ങളുടെയൊക്കെ വിചാരം ഭൂമി ഒരു വലിയ ശക്തിയാണെന്നും ഭൂമിയെ തോൽപ്പിച്ചാൽ വലിയ എന്തോ കിട്ടുമെന്നും ഒക്കെയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു യുദ്ധത്തിന് ഒരുങ്ങിയിരുന്നു. ടോണി സ്റ്റാർക്ക് നിക് ഫ്യൂറിയോട് പറയുന്നു, അല്ല മിസ്റ്റർ ഫ്യൂറി, നമ്മളുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലേ? അത് വെച്ച് നമ്മൾക്ക് ആരെ വേണമെങ്കിലും തകർക്കാമല്ലോ. അപ്പോൾ നിക് ഫ്യൂറി ടോണിയെ ഒന്ന് ആക്കിക്കൊണ്ട് പറയുന്നു, അല്ല ടോണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കാണുന്ന പണമൊക്കെ ഉണ്ടായത് ആയുധ കച്ചവടത്തിൽ നിന്ന് തന്നെയല്ലേ? എന്നിട്ടാണോ നിങ്ങളിപ്പോ കുറ്റം പറയുന്നത്? ക്യാപ്റ്റനും അതിനെ അനുകൂലിക്കുന്നു. ക്യാപ്റ്റൻ പറയുന്നു, അത് ശരിയാ, ടോണി സ്റ്റാർക്കിന് എപ്പോഴും ആയുധ നിർമ്മാണം ഉണ്ടായിരുന്നെങ്കിൽ അയാളും ഇതിനെ അനുകൂലിച്ചേനെ. അപ്പോൾ ടോണി പറയുന്നു, ഏയ്, എപ്പോഴാണ് ഈ പ്രശ്നം എന്നെ പറ്റിയായത്? ഇങ്ങനെ പോയാൽ താനൊരു വലിയ പ്രശ്നമാവും എന്ന് ടോണിയോട് ക്യാപ്റ്റൻ പറയുന്നു. നതാഷയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഷീൽഡ് ഏജൻസി എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നവൾ പറഞ്ഞു നോക്കി. പക്ഷെ ആര് കേൾക്കാൻ? ക്യാപ്റ്റൻ അമേരിക്കൻ എന്നിങ്ങനെ പറയുന്നത് ബ്രൂസിനും അത്ര പിടിച്ചില്ല. ബ്രൂസ് പറയുന്നു, ഓ, ലോകത്തെ രക്ഷിക്കാനാണ് ഷീൽഡ് ഏജൻസി, അതിന്റെ പുതിയ മാനേജറാണോ ക്യാപ്റ്റൻ? അതുപോലെയാണല്ലോ ഇയാളുടെ സംസാരം. ആ സമയത്ത് ലോക്കിയെ രക്ഷിക്കാൻ വേണ്ടി ബാർട്ടനും ടീമും കൂടി മറ്റൊരു പ്ലെയിനിൽ ഇവരുടെ പ്ലെയിൻ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തോർ എല്ലാവരോടും പറയുന്നു, ഷേ, നിങ്ങളെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. ഒരു ഹീറോസ് വന്നിരിക്കുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം വഴക്കടിക്കുന്നു. ഇതിനെയാണോ നിങ്ങൾ ടീം എന്ന് വിളിക്കുന്നത്? ബ്രൂസും പറയുന്നു, ശരിയാ, ഇതൊരു ടീമല്ല, ഇത് പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു ബോംബാണ്. നമ്മൾ ഹീറോസ് എന്ന് വിളിക്കുന്ന ഈ കൂട്ടം ആൾക്കാർ തന്നെ മതി ലോകം നശിക്കാൻ. ബ്രൂസിന് ദേഷ്യം വന്ന പ്രശ്നമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് നിക് ഫ്യൂറി പറയുന്നു, ബ്രൂസ്, താങ്കൾ ദയവായി ഒന്ന് ദേഷ്യപ്പെടാതിരിക്കൂ. ടോണി പറയുന്നു, അതെന്താ, ഒരാൾ ദേഷ്യപ്പെടണോ വേണ്ടോന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ബ്രൂസ്, താൻ ധൈര്യമായി ദേഷ്യപ്പെട്ടോ, ആരും തന്നെ തടയില്ല. അപ്പോ ക്യാപ്റ്റന് വീണ്ടും ദേഷ്യം വന്നു. ക്യാപ്റ്റൻ പറയുന്നു, താൻ എന്തൊക്കെയാണ് സ്റ്റാർക്ക് പറയുന്നത്? എന്താ താൻ ഇങ്ങനെ കുട്ടികളി കളിക്കുന്നത്? ബ്രൂസിന് ദേഷ്യം വന്ന എന്താ പ്രശ്നമെന്ന് അറിഞ്ഞൂടെ? ചുമ്മാ വിളച്ചിലെടുക്കല്ലേ? വിളച്ചിലെടുത്ത താൻ എന്നെ എന്ത് ചെയ്യും എന്ന് ക്യാപ്റ്റനോട് ടോണി ചോദിക്കുന്നു. ക്യാപ്റ്റൻ മനസ്സിലുള്ളതൊക്കെ വെട്ടി തുറന്നു പറഞ്ഞു, മിസ്റ്റർ സ്റ്റാർക്ക്, താനാണോ സ്വയം ഹീറോ എന്ന് വിശേഷിപ്പിക്കുന്നത്? ആ സ്യൂട്ടില്ലെങ്കിൽ താൻ പിന്നെ ആരാണ്? ആരുമല്ല, വെറും ഒരു മനുഷ്യൻ മാത്രം. അപ്പോഴാണ് ടോണി സ്റ്റാർക്കിന്റെ തിരിച്ചുള്ള കിടിലൻ മറുപടി, നോ ക്യാപ്റ്റൻ, താങ്കൾക്ക് തെറ്റിപ്പോയി. സ്യൂട്ട് ഇല്ലെങ്കിൽ പോലും ഞാൻ മറ്റു പലതുമാണ്. ജീനിയസ്, ബില്യണയർ, പ്ലേ ബോയ്, ഐ ആം ടോണി സ്റ്റാർക്ക്. അപ്പോ ക്യാപ്റ്റൻ പറയുന്നു, പണവും പ്രശസ്തിയൊക്കെയുള്ള കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള വെറും ഒരാൾ മാത്രമാണ് താൻ. തനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. താൻ ജീവിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമാണ്. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം നെഞ്ചിൽ വെടിയുണ്ട ഏറ്റുവാങ്ങാൻ തനിക്ക് പറ്റുമോ? സ്റ്റാർക്ക് പറ. അപ്പോൾ ടോണി സ്റ്റാർക്ക് പറയുന്നു, വേറെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി സ്വയം വെടിയുണ്ട ഏറ്റുവാങ്ങുന്നവനൊക്കെ മരമണ്ടനായിരിക്കും. അപ്പോ ക്യാപ്റ്റൻ പറയുന്നു, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരു സെൽഫിഷായ മനുഷ്യൻ, വെറും സ്വാർത്ഥൻ. ഒരു കാര്യം പറയാം, ആരെയും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്വയം ഹീറോ എന്ന് വിളിക്കുന്നത് ഇന്നത്തോടെ നിർത്തിക്കോ. അപ്പൊ ടോണി അതിനും ചുട്ട മറുപടി കൊടുക്കുന്നു, അല്ല ക്യാപ്റ്റൻ, ഒരു കാര്യം പറയട്ടെ, താങ്കൾ എല്ലാവരും ഹീറോ ഹീറോ എന്നല്ലേ വിളിക്കുന്നത്? പക്ഷേ ഈ കാണുന്ന ഹീറോയിസവും താങ്കളുടെ ഈ മസിലും ബോഡിയും എല്ലാം ഒരു മരുന്നുകുപ്പിയുടെ ഉള്ളിൽ നിന്നല്ലേ വന്നത്? വെറും ഒരു പരീക്ഷണ വസ്തു മാത്രമല്ലേ ക്യാപ്റ്റൻ താങ്കൾ? ക്യാപ്റ്റൻ പറയുന്നു, താൻ ആദ്യം പോയി തന്റെ സ്യൂട്ട് ഇട്ടിട്ട് വാ, എന്നിട്ട് നമുക്കൊരു കൈ നോക്കാം. ബ്രൂസ് പറയുന്നു, എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നില്ല. ബ്രൂസിന് ദേഷ്യം വന്ന് തുടങ്ങിയെന്ന് മനസ്സിലായ നിക് ഫ്യൂറി നതാഷയോട് പറയുന്നു, നതാഷ, ദയവായി ഡോക്ടർ ബ്രൂസ് ബാനർ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കൊണ്ടുപോകും. ബ്രൂസ് പറയുന്നു, റൂമോ? ഓ, മനസ്സിലായി, നിങ്ങളിപ്പോ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന റൂം. അതെന്നെ ഇടാനല്ലേ നിങ്ങൾ പണിതത്? എനിക്കെല്ലാം മനസ്സിലായി. എന്നെ കൊല്ലാനായിരിക്കും നിങ്ങൾ
നിങ്ങളുടെ പ്ലാൻ. പക്ഷെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എന്നെ കൊല്ലാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം എന്താണെന്നറിയോ? എന്നെ കൊല്ലാൻ എന്നെ കൊണ്ട് തന്നെ പറ്റിയിട്ടില്ല. ഒരു ദിവസം ജീവിതം അടുത്ത് സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരു തോക്കെടുത്ത് സ്വന്തം വായിലേക്ക് തന്നെ ഞാൻ വെടിവെച്ചു. പക്ഷെ എന്താ ഉണ്ടായതെന്നറിയോ? എന്റെ ഉള്ളിലെ മറ്റവൻ ആ വെടിയുണ്ട് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. എന്നെ കൊല്ലാൻ പറ്റില്ല. പിന്നെ നതാഷ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ ഞാൻ എങ്ങനെയാ ദേഷ്യപ്പെടാതിരിക്കുന്നതെന്ന്? പറഞ്ഞു തരാം, എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം. കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങിയിരുന്നു. ബ്രൂസ് അറിയാതെ തന്നെ ബ്രൂസിന്റെ കയ്യിൽ ആ സെപ്റ്റർ വന്നിരിക്കുന്നു. ദേഷ്യം വരുന്നതിന്റെ ഇടയ്ക്ക് ബ്രൂസ് അതെടുത്ത് കൈ പിടിച്ചതാണ്. അപ്പോൾ ടോണി സ്റ്റാർക്കിന് മനസ്സിലായി ഇതത്ര പന്തിയല്ലെന്ന്. ടോണി സ്റ്റാർക്ക് ബ്രൂസിനോട് പറയുന്നു, ഡോക്ടർ ബ്രൂസ്, ആ വടിയൊന്ന് താഴെ വയ്ക്കൂ. പെട്ടെന്ന് അവരുടെ കമ്പ്യൂട്ടറിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. വേറൊന്നുമല്ല, ടെസറാക്ട് എവിടെയാണെന്ന് ഏകദേശം കണ്ടെത്തിയിരിക്കുന്നു. ടോണി അങ്ങോട്ട് പോവാമെന്ന് പറയുന്നു. ക്യാപ്റ്റൻ ടോണിയെ തടഞ്ഞുകൊണ്ട് പറയുന്നു, ഒറ്റയ്ക്ക് പോവണ്ട, നമുക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ടോണി ക്യാപ്റ്റന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറയുന്നു, ദേ ക്യാപ്റ്റ, വയസ്സനാണെന്നൊന്നും നോക്കില്ല, ഒരൊറ്റ അടി വെച്ച് തരും. ക്യാപ്റ്റൻ പറയുന്നു, ടോണി ആദ്യം പോയി സ്യൂട്ട് എടുത്തിട്ടിട്ട് വാ. ഈ കോലാഹലത്തിന്റെ ഇടയ്ക്ക് പെട്ടെന്നാണ് അത് സംഭവിച്ചത്. Attention, wait for cameras to go dark. ലോക്കിയെ രക്ഷിക്കാൻ വന്ന ബാർട്ടൻ ഒരു അമ്പെടുത്ത് പ്രയോഗിക്കുന്നു. എന്നിട്ട് ഹെലി കാരിയറിന്റെ ഒരു എഞ്ചിൻ തകർത്ത് കളയുന്നു. ബാർട്ടനും ടീമും ഹെലി കാരിയറിലേക്ക് കയറുന്നു. എന്നിട്ട് മറ്റുള്ളവരുമായി ഫൈറ്റ് ചെയ്ത് ലോക്കിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എഞ്ചിൻ നമ്പർ 3 നശിച്ചു. ഇനി ഒരു എഞ്ചിൻ കൂടി നശിച്ചാൽ ഹെലി കാരിയർ താഴേക്ക് പതിക്കും. ടോണിയെ ക്യാപ്റ്റൻ എഴുന്നേൽക്കാൻ വേണ്ടി സഹായിക്കുന്നതും നമുക്ക് കാണാം. ടോണി പോയി സ്യൂട്ട് എടുത്തിരുന്നു. എന്നിട്ട് ക്യാപ്റ്റനോടൊപ്പം കേടായ എഞ്ചിൻ ശരിയാക്കാൻ പോകുന്നു. അതിന്റെ അടുത്ത് നിന്ന് ടോണി ക്യാപ്റ്റനോട് സർക്യൂട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. ക്യാപ്റ്റൻ പറയുന്നു, എനിക്കിത് കണ്ടിട്ട് ഇലക്ട്രിസിറ്റി വെച്ച് വർക്കാവുന്ന എന്തോ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ടോണി പറയുന്നു, ആഹാ അടിപൊളി, ഈ കൊല്ലത്തെ നോബൽ പ്രൈസ് ക്യാപ്റ്റന് തന്നെ. ടോണി തന്നെ വെറുതെ ഒന്ന് കളിയാക്കിയതാണെന്ന് ക്യാപ്റ്റന് മനസ്സിലായി. എന്താണ് ചെയ്യേണ്ടത് എന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നു. ടോണി പറയുന്നു, എഞ്ചിൻ നമ്മൾക്ക് വീണ്ടും പ്രവർത്തിപ്പിക്കണമെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്ന ടർബൈൻ പോയി കറക്കണം. അത് ഞാൻ കറക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ടർബൈൻ കറങ്ങി സ്പീഡായി കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ഞാൻ അതിന്റെ ഉള്ളിൽ കിടന്ന് ചമ്മന്തിയായി പോകും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്ന് ക്യാപ്റ്റൻ ടോണിയോട് ചോദിക്കുന്നു. അപ്പോൾ ടോണി പറയുന്നു, സീനൊന്നുമില്ല ക്യാപ്റ്റൻ, ഒരു വഴിയുണ്ട്. കൺട്രോൾ യൂണിറ്റിലെ മാഗ്നറ്റിക് ഫീൽഡുകൾ എതിർദിശയിലാക്കിയാൽ മതി. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു, മിസ്റ്റർ സ്റ്റാർക്ക്, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയോ? അപ്പോൾ ടോണി പറയുന്നു, എന്റെ പൊന്ന് ക്യാപ്റ്റൻ, ഞാനൊരു കാര്യം പറയാം, അത് ചെയ്താൽ മതി. ക്യാപ്റ്റന്റെ തൊട്ടടുത്തായിട്ട് ചുവന്ന കളറിലുള്ള ഒരു ലിവർ കണ്ടില്ലേ? ഞാൻ പറയുന്ന സമയത്ത് ആ ലിവർ പിടിച്ച് താഴേക്ക് വലിക്കണം. അങ്ങനെ ക്യാപ്റ്റൻ ലിവർ വലിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ അല്ലേ? ക്യാപ്റ്റൻ അത് സമ്മതിക്കുന്നു. ടോണി പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, നേരെ പോയി ആ ടർബൈൻ കറക്കാൻ തുടങ്ങുന്നു. ടോണി ഇത് കറക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റന് ലോക്കിയെ രക്ഷിക്കാൻ വന്ന ആളുകളുമായി ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ടോണി ടർബൈൻ കറക്കി കറക്കി വീണ്ടും എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു. പക്ഷേ ടോണി അതിന്റെ ഉള്ളിൽ പെട്ടുപോയി. ടോണി പറയുന്നു, ക്യാപ്റ്റൻ, ലിവർ വലിക്കാൻ സമയമായി. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ടോണിക്ക് മനസ്സിലായി പണി പാലും വെള്ളത്തിൽ കിട്ടാൻ പോവാണെന്ന്. പതുക്കെ പതുക്കെ ടോണി അതിന്റെ ഉള്ളിൽ കിടന്ന് ചമ്മന്തിയാവാൻ തുടങ്ങി. ക്യാപ്റ്റൻ ഈ സമയത്ത് ഒരു തരത്തിൽ ഫൈറ്റൊക്കെ തീർത്ത് പെട്ടെന്ന് വന്ന് ലിവർ പിടിച്ച് വലിച്ചു. ടോണിക്ക് അങ്ങനെ പുറത്തു വരാൻ സാധിച്ചു. പക്ഷെ അപ്പോഴേക്കും ടോണിയുടെ ആ സ്യൂട്ട് ഏകദേശം നശിച്ചു കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
ഡോക്ടർ ബ്രൂസ് ബാനറിന്റെ കൺട്രോൾ ഏകദേശം നശിച്ചു കഴിഞ്ഞിരുന്നു. ഒന്നാമതേ അദ്ദേഹം ദേഷ്യം കൺട്രോൾ ചെയ്താണ് നിന്നിരുന്നത്. അതിന്റെ കൂടെ ബാർട്ടൻ അവിടെ ഒരു എക്സ്പ്ലോഷൻ നടത്തിയപ്പോൾ അതിന്റെ ശക്തിയിൽ ദേഷ്യം നിയന്ത്രിക്കാൻ ബ്രൂസ് ബാനറിന് പറ്റിയില്ല. നതാഷയാണെങ്കിൽ ബ്രൂസിന്റെ അടുത്ത് കാൽ എന്തോ ഒരു സാധനത്തിന്റെ അടിയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൾ ശ്രദ്ധിച്ചത് ബ്രൂസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൂസിന്റെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ശരീരത്തിലെ മസിലുകൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. നതാഷയ്ക്ക് മനസ്സിലായി ഇതത്ര ശരിയല്ലെന്ന്. നതാഷ ബ്രൂസിനോട് പറയുന്നു, ബ്രൂസ് ഞാൻ പറയുന്നത് കേക്ക്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കൂ. ബ്രൂസ് മനസ്സിനെ ശാന്തമാക്കൂ, ഇല്ലെങ്കിൽ പ്രശ്നമാവും. പക്ഷേ ബ്രൂസ് ഹൾക്കായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹൾക്ക് ആവുന്നതിന് തൊട്ടു മുമ്പ് ബ്രൂസ് നതാഷയോട് പറയുന്നു, നതാഷ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ പ്ലീസ് എന്ന് പറഞ്ഞ് ഹൾക്കാവുന്നതിന് തൊട്ട് മുൻപ് ബ്രൂസ് ഒന്ന് തിരിഞ്ഞ് നതാഷയെ നോക്കുന്നു. ബ്രൂസിന്റെ ആ നോട്ടത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന എന്നെ എന്തിനാണ് ഇങ്ങനെയാക്കി തീർത്തത് എന്ന് നതാഷയോടുള്ള ഒരു ചോദ്യമായിരുന്നു ആ നോട്ടം. നതാഷയ്ക്കും ഒരു കുറ്റബോധം തോന്നി. പക്ഷെ നതാഷയ്ക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. കുറ്റബോധം തോന്നാനായിട്ട് ഒരു മനസ്സ് വേണം, മനസ്സ് വേണമെങ്കിൽ ഒരു ശരീരം വേണം, ശരീരം വേണമെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് ഓടണം, ഇല്ലെങ്കിൽ ഹൾക്കിന്റെ കൈ കൊണ്ട് ചമ്മന്തി ആവേണ്ടി വരും. നതാഷ പിന്നെ ഒന്നും നോക്കിയില്ല, ഹൾക്കിനെ വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി തുടങ്ങി. ജീവന് വേണ്ടിയിട്ടുള്ള ഓട്ടമായതുകൊണ്ട് നല്ല സ്പീഡിൽ തന്നെയാണ് നതാഷ ഓടിയത്. പക്ഷെ ഹൾക്കിനെ വെട്ടിക്കാൻ അവളെ കൊണ്ട് പറ്റിയില്ല. ഹൾക്ക് അവളുടെ പിന്നാലെ ഓടിയെത്തി അവളെ കൈകൊണ്ട് ആഞ്ഞൊറ്റ അടി. നതാഷ തെറിച്ചു പോയി വീഴുന്നു. അവളെ അടിക്കാൻ വേണ്ടി ഹൾക്ക് വീണ്ടും കൈ ഉയർത്തി. പെട്ടെന്ന് ആരോ ഒരാൾ വന്ന് ഹൾക്കിനെ ഇടിച്ചു തെറിപ്പിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി വീണു. ഈ മൊത്തം ഫ്ലൈറ്റിൽ ഹൾക്കിനെ ഇടിച്ചു തെറിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ആരാണുള്ളത്? ഒരുത്തനുണ്ട്. അവന്റെ പേര് തോർ എന്നാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തോറും ഹൾക്കും കൂടിയുള്ള ഒരു ഫൈറ്റ് ആണ്. തോർ ഹൾക്കിന് ഓരോ ഇടി കൊടുക്കുന്തോറും ഹൾക്കിന് ദേഷ്യം കൂടി കൂടി വരികയായിരുന്നു. അവസാനം ഹൾക്കിന്റെ രണ്ട് കൈയും താങ്ങി പിടിച്ചുകൊണ്ട് തോർ പറഞ്ഞു, ബ്രൂസ്, നമ്മൾ തമ്മിൽ കുറച്ചു നേരത്തെ കണ്ടതല്ലേ, ഞാൻ തന്റെ ശത്രുവല്ല, ഇവിടെയുള്ള ആരും തന്റെ ശത്രുക്കളല്ല, മനസ്സിലാക്കൂ. പക്ഷെ കുത്താൻ വരുന്ന കാട്ടുപോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് എന്താണ് കാര്യം? ഹൾക്ക് ഒറ്റയടിക്ക് തോറിനെ തെറിപ്പിച്ചു കളഞ്ഞു. തോർ തെറിച്ചുപോയി മറ്റൊരു സ്ഥലത്ത് വീണു. ഹൾക്ക് തോറിനെ ഇടിക്കാൻ വേണ്ടി പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. തോറിന് മനസ്സിലായി മര്യാദയുടെ ഭാഷ ഇവന്റെ അടുത്ത് നടക്കില്ല. പിന്നെ ഹൾക്കിനെ കണ്ട് പേടിച്ചോടാൻ തോർ വെറും ഒരു മനുഷ്യനല്ല, ഒരു അസ്ഗാർഡിയനാണ്. അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കാൻ വന്നവനാണ്. അവർ തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ തന്നെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തോറും ഹൾക്കും കൂടി ഈ പ്ലെയിൻ മുഴുവനായി നശിപ്പിക്കുമെന്ന് ഷീൽഡ് ഏജൻസിന് മനസ്സിലായി. ഏജന്റ് ഹിൽ മറ്റൊരു ഏജന്റിനോട് ഹൾക്കിന്റെ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് പറയുന്നു. ഏതോ ഒരു ഏജന്റ് ചെറിയൊരു വിമാനത്തിൽ വന്ന് പുറത്തുനിന്ന് ഹൾക്കിനെ വെടിവെക്കാൻ തുടങ്ങി. ഹൾക്കിന്റെ ശ്രദ്ധ തോറിൽ നിന്ന് മാറി അവന്റെ മേത്തേക്കായി. ഹൾക്കിന് വീണ്ടും ദേഷ്യം വന്നു. അവൻ ഓടി വന്ന പ്ലെയിനിന്റെ മുകളിലേക്ക് ഒരു ഒറ്റ ചാട്ടം.
വിശന്നു നിന്ന സിംഹത്തിന് പൊറോട്ടയും ഇറച്ചിക്കറിയും കിട്ടിയതുപോലെയായിരുന്നു ഹൾക്കിന്റെ പെരുമാറ്റം. ഹൾക്ക് പ്ലെയിനിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പൈലറ്റ് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഹൾക്ക് അവനെ പിടിച്ച ഒരൊറ്റ ഏറ്. കുറച്ചു സമയത്തിന് ശേഷം ആ പ്ലെയിൻ പൊട്ടിത്തെറിച്ചു. ഹൾക്ക് തെറിച്ച് എങ്ങോട്ടോ പോയി വീണു. ഈ സമയത്ത് ബാർട്ടന്റെ ആളുകൾ ലോക്കിയെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തോർ പെട്ടെന്ന് ചെന്ന് ലോക്കിയെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ലോക്കി ആരാണ് മോൻ? ലോക്കി തന്റെ മായാജാലം ഉപയോഗിച്ച് തോറിനെ തന്നെ ആ കൂട്ടിന്റെ ഉള്ളിലാക്കി. അതായത് ഇപ്പൊ തോർ സെല്ലിന്റെ ഉള്ളിലും ലോക്കി സെല്ലിന്റെ പുറത്തുമാണുള്ളത്. ഇത്രയായിട്ടും നിനക്കെന്നെ മനസ്സിലായില്ലല്ലോ തോർ എന്ന് ലോക്കി തോറിനോട് ചോദിക്കുന്നു. ആ സമയത്താണ് ഫീൽ കോൾസൺ പുതിയ ആയുധമായിട്ടുള്ള ഫേസ് 2 പിടിച്ച് അങ്ങോട്ട് വരുന്നത്. ഫീൽ കോൾസൺ ലോക്കിയോട് പറയുന്നു, നീ ദൈവമാണെന്നല്ലേ പറഞ്ഞത്? ഷീൽഡിന്റെ ഈ പുതിയ ആയുധം എങ്ങനെയുണ്ടെന്ന് നിന്റെ ശരീരത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ പാവം ഏജന്റ് ഫീൽ കോൾസൺ, അയാൾക്ക് അറിയില്ലല്ലോ ലോക്കി ഏതാണ് വിത്തെന്ന്. മാജിക് കാണിക്കുന്ന കാര്യത്തിൽ PhD എടുത്തവനാണ് ലോക്കി. ഒരേ സമയം ലോക്കിയുടെ പ്രതിബിംബം ഏജന്റ് ഫീൽ കോൾസന്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഫീൽ കോൾസന്റെ പിന്നിൽ നിന്ന് ഒരു കുത്തേക്കുന്നു. മറ്റാരുമല്ല, ലോക്കി തന്നെയാണ് അയാൾ കുത്തിയത്. ഇത് കണ്ട് തോർ ലോക്കിയോട് ദേഷ്യപ്പെടുന്നു. ലോക്കി പറയുന്നു, എന്താ തോർ നീ ഇങ്ങനെ വന്നു നിനക്കിപ്പോ മനുഷ്യരോട് ഇഷ്ടം തുടങ്ങിയോ? നീ ദൈവമാണോ അല്ലയോ എന്ന് ഒന്ന് പരീക്ഷിക്കണമല്ലോ. ഇവിടെയുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മളെ പോലെയുള്ള ദൈവങ്ങൾക്ക് മരണമില്ല എന്നാണ്. എന്നാ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് നിക് ഫ്യൂറി പറഞ്ഞതുപോലെ 30,000 അടി താഴ്ചയിലേക്ക് തോറിനെയും ആ സെല്ലിനെയും കൂടി ലോക്കി തുറന്നു വിടുന്നു. തോർ അഗാധമായ താഴ്ചയിലേക്ക് ആ സെല്ലിനോടൊപ്പം വീണുകൊണ്ടിരുന്നു. തോർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചു. അവസാനം ആ സെല്ലും തോറും കൂടി താഴെ വീണ് പൊട്ടിച്ചെതിർന്നതിന് തൊട്ടു മുമ്പ് തോർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ട് തോറും ഹാമറും കൂടി എവിടെയോ തെറിച്ചു പോയി വീഴുന്നു. Find out. തോർ എണീറ്റു. ചുറ്റികയെ തന്റെ കയ്യിലേക്ക് വിളിക്കുന്നതിന് പകരം തോർ ചുറ്റികയുടെ അടുത്തേക്കാണ് പോയത്. തോറിനൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും താൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. അന്ന് താൻ ലോഫിയോട് യുദ്ധം ചെയ്യാൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ പിതാവ് ഒരിക്കലും ഭൂമിയിലേക്ക് എന്നെ വിടില്ലായിരുന്നു. ഞാൻ ഭൂമിയിൽ വന്നതുകൊണ്ടാണ് ഡിസ്ട്രോയ് ഇങ്ങോട്ട് വന്നത്. ഡിസ്ട്രോയ് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ലോക്കിയുടെ ശ്രദ്ധ ഇങ്ങോട്ട് പതിഞ്ഞത്. ഈ സമയത്ത് മരിക്കാറായ ഫീൽ കോൾസൺ ലോക്കിയോട് പറയുന്നു, ലോക്കി നീ ജയിക്കില്ല ലോക്കി, ജയിക്കാൻ നിനക്ക് പറ്റില്ല. അപ്പൊ ലോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ എന്താ ഈ പറയുന്നത്? നിന്റെ ഹീറോകളൊക്കെ പല ഭാഗത്തേക്ക് തെറിച്ചുപോയി. ഈ വിമാനവും ഇപ്പൊ തകർന്നടിയാൻ പോവുകയാണ്. നീയും ചാവാറായി. പിന്നെ എങ്ങനെ എന്നെ തോൽപ്പിക്കുമെന്നാണ് നീ പറയുന്നത്? പെട്ടെന്നാണ് ഫീൽ കോൾസന്റെ കയ്യിലിരുന്ന ആയുധത്തിൽ നിന്ന് റേസ് പുറത്തേക്ക് വരുന്നത്. ആ ആക്രമണം കൊണ്ട് ലോക്കി തെറിച്ച് ദൂരേക്ക് പോകുന്നു. ഈ സമയത്ത് ബ്ലാക്ക് വിഡോ ബാർട്ടൻ അറിയാതെ അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ബാർട്ടൻ അത് മനസ്സിലാക്കി. തന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ബ്ലാക്ക് വിഡോയാണ് മുന്നിൽ നിൽക്കുന്നതെന്നൊന്നും അവൻ ആലോചിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്തിരുന്നത് ലോക്കിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലാക്ക് വിഡോയും ബാർട്ടനും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഫൈറ്റ് ആണ്. ഫൈറ്റിന്റെ അവസാനം ജയിക്കുന്നത് നമ്മളുടെ ബ്ലാക്ക് വിഡോ തന്നെയാണ്. ബ്ലാക്ക് വിഡോ ബാർട്ടന്റെ തലയ്ക്ക് ആഞ്ഞൊരടി. ബാർട്ടന്റെ ബോധം പോയി. ഈ സമയത്ത് പരിക്കേറ്റ് കിടന്ന ഫീൽ കോൾസന്റെ അടുത്തേക്ക് നിക് ഫ്യൂറി വരുന്നു. നിക് ഫ്യൂറി പറയുന്നു, ഫീൽ തനിക്കൊന്നും സംഭവിക്കില്ല, താൻ സമാധാനമായിട്ടിരിക്കുക. ഫീൽ താൻ കണ്ണടയ്ക്കാതിരിക്കുക, പേടിക്കണ്ട, പെട്ടെന്ന് തന്നെ മെഡിക്കൽ ടീം ഇവിടെ എത്തും, തനിക്കൊന്നും പറ്റില്ല. പക്ഷെ തന്നെ മരണം അടുത്തു എന്ന് ഫീൽ കോൾസന് മനസ്സിലായി. ഫീൽ പറയുന്നു, സർ എന്റെ സമയം അടുത്തു സർ, എനിക്കിനി ഇവിടെ സമയമില്ല, ഞാൻ പോവുകയാണ്. പക്ഷെ നമ്മൾ തോൽക്കില്ല സർ, കാരണം ശരി നമ്മുടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫീൽ കോൾസൺ കണ്ണുകൾ അടയ്ക്കുന്നു. നിക് ഫ്യൂറിക്ക് തന്റെ മറ്റേ കണ്ണുകൂടി നഷ്ടപ്പെട്ട പോലെ തോന്നി. കാരണം തന്റെ ജീവിതം മുഴുവൻ ഷീൽഡിന് വേണ്ടി അധ്വാനിച്ച ഒരാളാണ് ഫീൽ കോൾസൺ. തന്റെ വലം കൈ അയാൾ മരിച്ചിരിക്കുന്നു. ഏജന്റ് ഫീൽ കോൾസൺ നമ്മളെ വിട്ടു പോയി എന്ന് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നു. ഇത് ടോണി സ്റ്റാർക്കിനും ക്യാപ്റ്റനും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു ഷോക്കായി. കാരണം എന്തൊക്കെ പറഞ്ഞാലും തങ്ങളുടെ എന്തൊക്കെയോ ശ്രദ്ധ കുറവുകൊണ്ടാണ് ഇന്നൊരാൾ മരിച്ചിരിക്കുന്നത്. ഹൾക്ക് എവിടെയോ പോയി വീണു, തോറും എവിടെയോ പോയി വീണു.
അയൺമാന്റെ സ്യൂട്ട് നശിച്ച് അദ്ദേഹം ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ക്യാപ്റ്റനും എന്തോ കുറ്റബോധം തോന്നി. ഫീൽ കോൾസനുമായി അധിക സമയം ചെലവഴിക്കാൻ അവർക്ക് പറ്റിയില്ല. കാര്യം ഫീൽ കോൾസനെ വളരെ കുറച്ച് സീനുകളിലെ കണ്ടിട്ടുള്ളൂവെങ്കിലും അയാൾ മരിച്ചപ്പോ എനിക്കും വിഷമമുണ്ട്. ഇനി എന്താണ് സംഭവിക്കുക? ഇതിന് പകരം വീട്ടാൻ അവെഞ്ചേഴ്സിന് സാധിക്കുമോ? അവർ ഒത്തുചേരുമോ? ലോക്കിയെ തടയാൻ ചിത്തോറി ആർമിയെ മുട്ടുമടക്കിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുമോ? ഇതൊക്കെ അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡിന് നിങ്ങൾ തന്ന റെസ്പോൺസ് മാരകമായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഡീറ്റെയിലിംഗ് ഇത്തിരി കൂടി പോകുന്നുണ്ടെന്നാണ്. ഇത്രയധികം ഡയലോഗുകൾ പറയണോ? ഉദാഹരണത്തിന് ലോക്കിയും ബ്ലാക്ക് വിഡോയും തമ്മിലുള്ള സംഭാഷണം. അതിന്റെ ഇടയ്ക്ക് ലോക്കിയുടെ അടുത്ത് പോയി ബ്ലാക്ക് വിഡോ സൂത്രത്തിൽ അവന്റെ പ്ലാനുകൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? അതോ ഡയലോഗുകൾ എന്ന് പറഞ്ഞതുപോലെ പറയണോ? നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിലിംഗ് കൂടുന്നതിനൊപ്പം സമയവും കൂടും. പെട്ടെന്ന് വീഡിയോ ഇടാൻ പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പൊക്കി പറയുകയല്ലെങ്കിലും എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാസ് സീനുകളും എഡിറ്റും എല്ലാം കൂട്ടിച്ചേർത്തല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കില്ലേ? അതിന്റെ കൂടെ നിങ്ങൾ ഈ ഡീറ്റെയിലിംഗ് കൂടി കൂട്ടിച്ചേർക്കാൻ പറയുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കില്ലേ? ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. അപ്പോൾ സമയം കളയുന്നില്ല, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.